വിഷ്ണു, ഈ ലിയനാർഡോ AI, പിന്നെ പിക്കാലാബ്, പിന്നെ മിഡ് ജേണി, അങ്ങനെ കുറെ AI ജനറേറ്റ് ചെയ്യുന്ന ടൂളുകളില്ലേ. അപ്പൊ അത് അതിന് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇമേജസ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ AI ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നത്? നല്ല ചോദ്യം, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ AI ടൂളിൽ ജനറേറ്റീവ് ബ്ലോക്ക് അതുപോലെ തന്നെ ഡിസ്ക്രിമിനേറ്റീവ് ബ്ലോക്ക് എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് GANs. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മേഘത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഷിപ്പ് ആണ് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് ഇമേജ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് ആദ്യം നമ്മൾ പ്രോംപ്റ്റായിട്ട് AI ടൂളിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജനറേറ്റീവ് ബ്ലോക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് കൊടുത്തു കഴിഞ്ഞ ഡാറ്റാസ് അനുസരിച്ച് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച ഡാറ്റാസ് അനുസരിച്ച് അത് ഷിപ്പിൻ്റെയും അതേപോലെ തന്നെ മേഘത്തിൻ്റെയും ഇമേജസ് റെഫർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു പിക്സൽ അലൈൻ ചെയ്തിട്ട് അതൊരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ഈ ഒരു ഇമേജ് റിയൽ ഇമേജ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ആക്യുറേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ ഡിസ്ക്രിമിനേറ്റീവ് ബ്ലോക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്രവർത്തിച്ചിട്ടാണ് ഒരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ശരിക്കും ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്പേഴ്സ് വെച്ചിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഈ AI ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണല്ലേ? ഓരോ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്സലിന്റെ കൂട്ടാണ്. ഇപ്പോൾ ഓരോ പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓരോ കളർ എന്ന് പറഞ്ഞാൽ യുണീക്ക് കളർ കോഡുകളാണ്. കളർ കോഡ് എന്ന് പറഞ്ഞാൽ നമ്പറുകളായില്ലേ? മനസ്സിലായില്ലേ? ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി GAN Tech School ഫോളോ ചെയ്യും.